ഓപ്പറേഷൻ തൂഫാന് പിന്തുണ പ്രഖ്യാപിച്ച് കർണാടക സർക്കാർ. അതിർത്തിയിൽ പരിശോധന ശക്തമാക്കും. പരിശോധനയ്ക്ക് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഡി.കെ. ശിവകുമാർ ഉറപ്പ് നൽകി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP-മാരുടെ യോഗം ജൂലൈ 10-ന് തിരുവനന്തപുരത്ത് ചേരും. ഹാൻസ് ജോൺ ആണ് വിവരങ്ങളുമായുള്ളത്. ഹാൻസ്, ഈ ഓപ്പറേഷൻ തൂഫാന് വലിയ ജനപിന്തുണ ലഭിക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തു നിന്നുമുള്ള പിന്തുണയാണ് രമേശ് ചെന്നിത്തലയ്ക്കും ആഭ്യന്തര വകുപ്പിനും ലഭിക്കുന്നത്. ഇതിപ്പോൾ കർണാടക മുഖ്യമന്ത്രി അടക്കം അതിർത്തിയിൽ പരിശോധന കർശനമാക്കും. ഓപ്പറേഷൻ തൂഫാന് എല്ലാ സപ്പോർട്ടും നൽകുമെന്ന് പറയുന്നു. ഇതിപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP-മാരുടെ യോഗമാണ്. ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളാണ് പങ്കെടുക്കുക? ലിനിഷ, നേരത്തെ തന്നെ ഈ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ ആവശ്യപ്പെട്ടുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല 5 ഇടങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചിരുന്നു. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്, തെലങ്കാന, കർണാടക, ആന്ധ്രാപ്രദേശ്, അതിനോടൊപ്പം തന്നെ പോണ്ടിച്ചേരി, പുതുച്ചേരി, ഈ 5 ഇടങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കായിരുന്നു കത്തയച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ആഭ്യന്തരമന്ത്രി ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയായിട്ടുള്ള ഡി.കെ. ശിവകുമാറിനെ നേരിട്ട് കാണുകയും പിന്തുണ നേരിട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. ഈ സംസ്ഥാനത്തിന്റെ അതിർത്തികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ലഹരി മാഫിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് അന്ന് തന്നെ ഈ കത്തിൽ ആഭ്യന്തരമന്ത്രി ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ആവശ്യം കൂടി പരിഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കെയാണ് കേരള കർണാടക അതിർത്തിയിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ഡി.കെ. ശിവകുമാറിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചത്. ഈ ആവശ്യവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്ന് ഡി.കെ. ശിവകുമാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തുടർ നടപടികൾക്കായി, ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾക്കായി കർണാടക ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. കൂടാതെ കൂടുതൽ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ DGP-മാരുടെ യോഗം മറ്റന്നാൾ അഥവാ ജൂലൈ 10-ാം തീയതി ചേരുമെന്നും ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് വെച്ചിട്ടായിരിക്കും ഈ യോഗം. അതിനുശേഷമായിരിക്കും ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത നടപടികൾ അറിയാൻ കഴിയുകയുള്ളൂ. ശരി, നന്ദി ഹാൻസ് വിവരങ്ങൾക്ക്.